ഗാലനോമീറ്ററിൻ്റെ ഫിഗറോമീറ്റർ കണ്ടുപിടിക്കാൻ നമ്മൾ ഇങ്ങനെയാണ് സർക്യൂട്ട് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാറ്ററി എടുക്കും. ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിൽ നിന്ന് നമ്മൾ റെസിസ്റ്റൻസ് ആറിലേക്ക് നമ്മൾ ഔട്ട്പുട്ട് എയിൽ കൊടുക്കും. പിന്നെ അവിടെ നിന്ന് നേരെ ഗാൽവനോമീറ്ററിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് കണക്ഷൻ കൊടുക്കും. അതേപോലെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡിൽ കീ 1ലേക്ക് കൊടുക്കും. അത് നേരെ ഗാൽവനോമീറ്ററിലേക്ക് കൊടുക്കും. പിന്നെ ഈ ഗാൽവനോമീറ്ററിൽ നിന്നാണ് നമ്മൾ പാരലായിട്ട് വേറെ കീ 2ൽ കണക്ഷൻ കൊടുത്തിട്ട് ഷണ്ട് റെസിസ്റ്റൻസ് ആയ R2ലേക്ക് കൊടുക്കും. അതും നേരെ അതിൻ്റെ അപ്പുറത്തെ കണക്ഷൻ നേരെ ഗാൽവനോമീറ്റർ നെഗറ്റീവിലേക്ക് കൊടുക്കും. പിന്നെ സർക്യൂട്ട് ഓണാക്കി കഴിയുമ്പോൾ നമ്മൾ നേരെ ഒരു 5000 എക്സാമ്പിളായിട്ട് ഒരു 5000 റെസിസ്റ്റൻസ് എടുത്ത് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഈ സാധനം ഊറും. അപ്പോൾ ഇത് ഊറുമ്പോൾ നമുക്ക് കിട്ടിയ റീഡിങ് 30. ഇനി നമ്മൾ ഈ 30യുടെ നേരെ പകുതി കിട്ടുന്ന റീഡിങ് വേണം നമ്മൾ ഈ ഷണ്ട് റെസിസ്റ്റൻസ് മാറ്റാൻ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ 100 ഊറിയിട്ട് നമ്മൾ ഈ കീ വീണ്ടും പ്ലേസ് ചെയ്യണം. ഇത് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 15. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ റീഡിങ്ങിൽ നമുക്ക് കിട്ടുന്നത് ഷണ്ട് റെസിസ്റ്റൻസ് 100 ഓം ആണ്. അപ്പോൾ നമ്മളിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ 5000 പകരം 2000 എടുത്തു. എന്നിട്ട് നമ്മൾ ഈ കീ ഊറുമ്പോൾ നമുക്ക് കിട്ടുന്നത് 22 ആണ്. എന്നിട്ട് നമ്മൾ തിരിച്ച് കീ വെച്ചിട്ട് നമ്മൾ വീണ്ടും 100 ഊറും. 100 ആകുമ്പോൾ നമുക്ക് കിട്ടും 11. അപ്പോൾ ഇതിൻ്റെ ഷണ്ട് റെസിസ്റ്റൻസ് 100 ആണ് കിട്ടും. അങ്ങനെ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ ഗാൽവനോമീറ്ററിൻ്റെ അപ്രോക്സ് 100 ഓം ആണ് കിട്ടും.